അപ്പോൾ ഇന്നലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 13 ഡീക്കന്മാരുടെ പട്ടം തിരുപ്പട്ട സ്വീകരണം കഴിഞ്ഞു. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബസിലിക്കായിൽ കൽതായ സാത്തന്മാർ ഇപ്പോഴും കുടിയിരിക്കുകയാണ്. അവരെ ആരും അവിടെ നിന്ന് ഇറക്കി കളഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ അവർ തൂക്കിയിരുന്ന തോരണങ്ങളും വാൾ പോസ്റ്റുകളും എല്ലാം പോലീസ് വന്ന് അവരെ കൊണ്ട് എടുപ്പിച്ച് കളഞ്ഞു. ദാറ്റ് ഈസ് സോ ഗുഡ്. എനിവേ ബസിലിക്കായുടെ മുറ്റത്ത് പന്തലിട്ടായിരുന്നു ചടങ്ങുകൾ ഭംഗിയായി തന്നെ നടന്നു എന്നാണ് അറിവ്. അപ്പോൾ ഞാനെപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ അവിടുത്തെ ജനങ്ങൾ, വിശ്വാസികൾ, ബസിലിക്ക ഇടവക അംഗങ്ങൾ അകത്ത് എന്ന് ഈ 10-15 പേരെ അവിടുന്ന് വലിച്ചിറക്കി പുറത്താക്കുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ അതിരൂപത നേതൃത്വം, അതായത് തട്ടിലും പാമ്പ്ലാനിയും ആത്മായ മുന്നേറ്റവുമായി ആലോചിച്ച് അവരൊരു തന്ത്രപൂർവ്വം ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണത്. ഒന്നും ചെയ്യാതിരിക്കുക, നിഷ്ക്രിയരായിട്ട് ഇരിക്കുക. കാരണം അവർ പറയുന്നത് എത്ര നാൾ ഇവരവിടെ കുത്തിയിരിക്കും, അവിടെ ഇരുന്നോട്ടെ, നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ബസിലിക്ക ഇടവക അംഗങ്ങൾക്കും മറ്റുള്ളവർക്കും കുർബാന കാരണമൊന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പള്ളികൾ അയൽവക്കത്തുണ്ട്. കുരിശ് പള്ളികളുണ്ട്, മഠമുണ്ട്, നിത്യാരാധന ചാപ്പലുണ്ട്, മഠങ്ങളുണ്ട്. കാരണം എറണാകുളം അങ്കമാലി അതിരൂപത, പ്രത്യേകിച്ചും എറണാകുളം ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങനാശ്ശേരിയോ പാല പോലെയല്ല, മുട്ടിനും പള്ളികളുണ്ട്. അങ്ങനെ പള്ളിക്കൊരു ദാരിദ്ര്യമുള്ള സ്ഥലമല്ല എറണാകുളം. അതുകൊണ്ട് അതിരൂപത നേതൃത്വം കുരുങ്ങുന്നില്ല. വിശ്വാസികൾക്കും വലിയ പ്രശ്നമില്ല. അവർക്ക് ദിവ്യബലി കാണാനും അതിൽ പങ്കുകൊള്ളാനുള്ള അവസരം ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ അവരവിടെ ഇരുന്നോട്ടെ, എത്ര നാൾ വേണമെങ്കിലും കുത്തിയിരുന്നോട്ടെ എന്നുള്ളതാണ് നമ്മുടെ അതിരൂപത നേതൃത്വത്തിൻ്റെ തീരുമാനം. ഇപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ രോഷാകുലായി വരുന്നത് എന്തുകൊണ്ട് ഇവന്മാരെ അവിടെ ഇരുത്തി പുറപ്പിക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ചുണക്കുട്ടന്മാർ എറണാകുളത്തുള്ളവർ അവരെ കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കുന്നില്ല എന്ന്. ഇപ്പോൾ ഇവർ പറഞ്ഞ ഈ തന്ത്രത്തോട്, ഈ ടാക്റ്റിക്കിനോട് ഞാനും സത്യം പറഞ്ഞ് യോജിക്കുകയാണ്. ഇപ്പോൾ ഇത് ആരാണ്ട് പുരാണം പറഞ്ഞ പോലെ കൽതായയിൽ പുരുവാല് പിടിച്ച പോലെയായി. ഇതിന് സമാനമായിട്ടുള്ളൊരു സംഗതി എനിക്ക് നടന്നു കേട്ടോ. ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയ കാര്യം. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്തു, രണ്ടാമത്തെ ഭാഗം ഞാൻ ചെയ്തില്ല. അത് ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാൻ പുറപ്പെട്ടു പോകാനായിട്ട് ഞാൻ കൊറ്റപത്തിയിൽ നിന്ന് കയറി ആലുവ റെയിൽവേ സ്റ്റേഷൻ ഒന്നാണ് കുത്തിയിരുന്ന് ട്രെയിൻ വരുന്നില്ല. അന്നത്തെ കാലത്ത് ട്രെയിൻ വളരെ കുറവാണ്, വരുന്നതൊക്കെ കാർഗോ ട്രെയിൻസാണ്, ഫ്രൈറ്റേഴ്സ്. അങ്ങനെ ഇരുന്ന് അവിടെ നിന്ന് ഉറക്കം തൂങ്ങി ഒരു 2-3-4 മണിയായപ്പോഴത്തേക്ക് ഞാൻ കണ്ണ് തുറന്ന് നോക്കുമ്പോഴത്തേക്കൊണ്ട് എൻ്റെ അപ്പൻ വരുന്നു, നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പുള്ളിക്ക് യാതൊരു ഭാവഭേദവും ഇല്ല. എന്നോട് ചോദിച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ചോദിച്ചു, മോനെ നീ അലമാരിയിൽ ഇരുന്ന് ഒരു 10 രൂപ എടുത്തോ എന്ന് ചോദിച്ചു. ഊവാപ്പാ, എന്നാൽ അത് എടുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാൻ ചെറിയ നിക്കറായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കള്ളന്മാരെടുത്തുകൊണ്ടായിരിക്കാനായിട്ട് ഈ നിക്കറിൻ്റെ പടിയിൽ ഒരു തുളച്ച് ഇങ്ങനെ ഈ 10 രൂപ മടക്കി ചുരുട്ടി ഈ പടിയുടെ അകത്തേക്ക് തള്ളി വെച്ചിരിക്കുക. അപ്പോൾ അപ്പം പറഞ്ഞു അത് എടുത്തു തരാൻ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല കുഞ്ഞാടിനെ പോലെ അത് ഈ നിക്കറിൻ്റെ പടിയിൽ നിന്ന് എടുത്ത് അപ്പൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അപ്പനത് കിട്ടിയ പാടെ ഒന്നും പറയാതെ ആ 10 രൂപ മേടിച്ചുകൊണ്ട് നടന്നങ്ങ് പോയി. ദാറ്റ്സ് ഇറ്റ്. ഒരക്ഷരം മിണ്ടിയില്ല, ഒരക്ഷരം പ്രതികരിച്ചില്ല, ഒന്നും ചെയ്തില്ല, ദേഷ്യപ്പെട്ടില്ല, ഒന്നുമില്ല. ഞാൻ 10 രൂപ തന്നെ മോനെ എന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. അപ്പോൾ ഞാൻ കരുതി എന്നെ വിളിച്ചു കൊണ്ടുപോകുന്ന കരുതി. പുള്ളി എന്നെ വിളിച്ചൊന്നുമില്ല, പുള്ളി കിട്ടിയ പാടെ തിരിച്ചു പോയി. അപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെ അങ്ങനത്ത് പുറത്തിറങ്ങുന്ന സമയമായപ്പോഴത്തേക്കും ഞാൻ പിന്നാലെ നിന്നു. അപ്പോൾ എന്നെ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നാലെ പോകേണ്ടി വന്നു. അങ്ങനെ ഞാനൊരു പട്ടിക്കുഞ്ഞ് നടന്നു പോകുന്ന പോലെ പുള്ളിയുടെ പിന്നാലെ എനിക്ക് പോകേണ്ടി വന്നു. ഈ ഗതികേടാണ് ഇപ്പോൾ ഈ കൽതായർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അവരവിടെ നിന്ന് മടുത്തിട്ട് കഴിയുമ്പോഴത്തേക്കും തന്നെ ഇട്ടിട്ട് പോകേണ്ടി വരും. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അത് കാണാനായിട്ടാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതോടുകൂടി കൽതായരുടെ കൊതി മാറും. അതോടെ എറണാകുളം കൽതായവൽക്കരിക്കണമെന്നുള്ള അവരുടെ സ്വപ്നവും തീരും. താങ്ക് യു വെരി മച്ച്.